ദയാവധത്തെ നിയമപരമാക്കുന്നതിനുള്ള ബില്ലിന് അനുകൂലമായി UK പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തതിനെ തുടർന്ന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക ബിഷപ്പുമാർ നിരാശയും ഖേദവും പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിനങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ 330 പേർ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ബിൽ അടുത്ത നിയമനിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കും. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഇപ്പോൾ സഹായകരമായ ഈ ആത്മഹത്യ നിയമവിധേയമാണെന്ന് ഇതിനർത്ഥമില്ലെങ്കിലും ഇത് ബില്ലിൻ്റെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ്. ബിഷപ്പ് ജോൺ ഷെറിംഗ്ടൺ ബില്ലിനെക്കുറിച്ചുള്ള തൻ്റെ ആശങ്കകൾ പ്രകടിപ്പിച്ചു. ഇത് തത്വത്തിൽ പിഴവുള്ളതാണ് എന്നും ജീവിതാവസാനത്തിലെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നതിന് പാലിയേറ്റീവ് കെയർ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മാരക രോഗമുള്ളവർക്കും 6 മാസമോ അതിൽ കുറവോ പ്രായമുള്ളവർക്കും 18 വയസ്സിന് മുകളിലുള്ളവർക്കും ദയാവധം സാധ്യമാക്കാൻ ബിൽ അനുവദിക്കും. എന്നാൽ ഇത് ദുർബലരായ ആളുകളെ അപകടത്തിലാക്കുകയും ആത്മഹത്യ കൂടുതൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് വിമർശകർ വാദിക്കുന്നു. ഈ ബിൽ ദുർബലരായവരിൽ, പ്രത്യേകിച്ച് വൈകല്യമുള്ളവരിൽ വലിയ ഭീതി ഉളവാക്കുമെന്ന് വെസ്റ്റ്മിൻസ്റ്ററിലെ കർദിനാൾ വിൻസെന്റ് നിക്കോൾസ് മുന്നറിയിപ്പ് നൽകി. ബില്ലിനെതിരെ പോരാടുന്നത് തുടരുമെന്ന് പ്രോ ലൈഫ് പ്രചാരകർ പ്രതിജ്ഞയെടുത്തു.